ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകളെയും ഹിസ്ബുള്ളയും കരിമ്പട്ടികയിൽപ്പെടുത്തണം. സഖ്യകക്ഷികളെ പ്രേരിപ്പിക്കാൻ US നയതന്ത്രജ്ഞർക്ക് നിർദ്ദേശം. ഇറാനിൽ നിന്നും അതിന്റെ പങ്കാളികളിൽ നിന്നും പ്രോക്സികളിൽ നിന്നുമുള്ള ആക്രമണ സാധ്യത കൂടിയിരിക്കുകയാണ്. റൂംബിയോ നയതന്ത്രജ്ഞർക്ക് ഉചിതമായ തലത്തിൽ സന്ദേശം എത്തിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനെയും ഒപ്പം ലെബനൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ളയും തീവ്രവാദ ഗ്രൂപ്പുകളെ പ്രഖ്യാപിക്കാൻ സഖ്യകക്ഷികളോട് സമ്മർദ്ദം ചെലുത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം തിങ്കളാഴ്ച വിദേശത്തുള്ള US നയതന്ത്രജ്ഞരോട് ആവശ്യപ്പെട്ടതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയാണ്. മാർച്ച് 16-ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഒപ്പിട്ട ഈ നിർദ്ദേശം ലോകമെമ്പാടുമുള്ള എല്ലാ US നയതന്ത്ര കോൺസുലാർ പോസ്റ്റുകളിലേക്കും അയച്ചിട്ടുണ്ട്. മാർച്ച് 20-ന് മുൻപ് ഏറ്റവും ഉചിതമായ തലത്തിൽ തങ്ങളുടെ എതിരാളികൾക്ക് സന്ദേശം എത്തിക്കാൻ US നയതന്ത്രജ്ഞരോട് ആവശ്യപ്പെടുന്നു. കൂടാതെ ഈ ഗ്രൂപ്പുകളെ കരിമ്പട്ടികയിൽപ്പെടുത്തുന്നതിനുള്ള വാദശ്രമങ്ങൾ ഇസ്രയേലി എതിരാളികളുമായി ഏകോപിപ്പിക്കണമെന്നും കൂട്ടിച്ചേർത്തു. 2 ആഴ്ച മുമ്പ് ആരംഭിച്ച US-ഇസ്രയേൽ വ്യോമാക്രമണത്തെക്കുറിച്ച് മുൻകൂട്ടി വിവരം ലഭിച്ചിട്ടില്ലാത്ത വിമുഖതയുള്ള സഖ്യകക്ഷികളെ തങ്ങളുടെ സൈനിക നടപടിക്ക് പിന്തുണ നൽകുന്നതിനായി സംഘടിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നു. ആ ശ്രമത്തിന് ഒരു കുഴപ്പത്തിന്റെ സൂചനയായി ഹോർമൂസ് കടലിടുക്ക് തടയൽ US-നെ സഹായിക്കുന്നതിന് കപ്പലുകൾ അയക്കാൻ ഉടനടി പദ്ധതിയില്ല എന്ന് നിരവധി US സഖ്യകക്ഷികൾ പറഞ്ഞു. സുപ്രധാന എണ്ണ ഷിപ്പിംഗ് ജലപാത തുറന്നിടണം എന്ന ട്രംപിന്റെ അഭ്യർത്ഥന നിരാകരിച്ചു. ഇറാൻ, അവരുടെ പങ്കാളികൾ, പ്രോക്സികൾ എന്നിവരിൽ നിന്നുള്ള ആക്രമണ സാധ്യത കൂടുതലായതിനാൽ ഇറാനുമായി സഖ്യമുണ്ടാക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളും നമ്മുടെ രാജ്യങ്ങളെയും പൗരന്മാരെയും ആക്രമിക്കുന്നത് തടയാൻ എല്ലാ സർക്കാരുകളും വേഗത്തിൽ നടപടിയെടുക്കണം. ഇറാനിലെ ഷിയ മുസ്ലിം പുരോഹിത ഭരണം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു ഉന്നത സൈനിക സേനയാണ് IRGC. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു ഭാഗം അവർ നിയന്ത്രിക്കുന്നുണ്ട്. IRGCയും ലെബനൻ ആസ്ഥാനമായുള്ള ഷിയ മുസ്ലിം സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയും ഇതിനകം തന്നെ അമേരിക്കയും മറ്റു ചില രാജ്യങ്ങളും തീവ്രവാദ സംഘടനകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫ്ലോറിഡയിലെ ഡോറലിലുള്ള ട്രംപ് നാഷണൽ ഡോറൽ മിയാമിയിൽ 2026 മാർച്ച് 7-ന് നടന്ന ഷീൽഡ് ഓഫ് ദി അമേരിക്കാസ് ഉച്ചകോടിയിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഒരു ഔദ്യോഗിക ഉച്ചഭക്ഷണ പരിപാടിയിൽ പങ്കെടുക്കുന്ന അവസരത്തിലാണ് ഈ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നത്. പക്ഷേ ടെഹ്റാൻ മിഡിൽ ഈസ്റ്റിലെ അയൽക്കാരെ എങ്ങനെ ആക്രമിച്ചു എന്നതിന്റെ ഉദാഹരണങ്ങൾ ഉദ്ധരിക്കുകയും സംയുക്ത നടപടി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഏകപക്ഷീയമായ നടപടികളെക്കാൾ കൂട്ടായ പ്രവർത്തനങ്ങളോട് ഇറാനിയൻ ഭരണകൂടം കൂടുതൽ സെൻസിറ്റീവാണ്. ഏകപക്ഷീയമായ നടപടികളെക്കാൾ സംയുക്ത സമ്മർദ്ദം ഭരണകൂടത്തിന്റെ പെരുമാറ്റ മാറ്റത്തിന് നിർബന്ധിതമാക്കാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തുന്നു എന്നാണ് സൂചന. അത്തരം പദവികൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്നും ലോകമെമ്പാടുമുള്ള ഭീകര പ്രവർത്തനങ്ങൾ സ്പോൺസർ ചെയ്യാനുള്ള അതിന്റെ കഴിവിനെ പരിമിതപ്പെടുത്തുമെന്നും വിശദമാക്കുന്നുണ്ട്. പ്രസിഡന്റ് ട്രംപ് മിഡിൽ ഈസ്റ്റിൽ സമാധാനം സ്ഥാപിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. IRGC, ഹിസ്ബുള്ള, മറ്റ് ഇറാനിയൻ പിന്തുണയുള്ള പ്രോക്സികൾ എന്നിവ സർക്കാരുകളെ അസ്ഥിരപ്പെടുത്തും, പ്രാദേശിക സമാധാനത്തിന് തുരങ്കം വയ്ക്കുകയും ചെയ്യും എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. എന്തായാലും ഇപ്പോൾ IRGCയും അതിനോടൊപ്പം തന്നെ ഹിസ്ബുള്ളയും കരിമ്പട്ടികയിൽപ്പെടുത്തണം എന്ന ആവശ്യം വളരെ ശക്തമായി ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.